തിരുവചനം തിരുമധുരം എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്ത കർത്താവെ, ഞങ്ങളുടെ ദിവാത്സല്യമായ ശേഷനാഥ ഒരു പ്രാവശ്യം കൂടെ കർത്താവ് തന്നെ ജനത്തെ നയിക്കത്തക്കണം അവർക്ക് അവൻ കൃപാൾക്കാർ നന്ദിയോട് സ്തോത്രം കർത്താവെ. എൻ്റെ കൃപയിൽ കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ ബലപ്പെടുത്തി ശക്തീകരിച്ച കർത്താവെ, ആയുസ്സിൽ ഈ നാളുകൾ എത്രയും വഴി നടത്തിയ നന്മകൾക്കാർ നന്ദിയോട് സ്തോത്രം കർത്താവെ. ഒരു പുതിയ നായകകാലത്തിലേക്ക് കടക്കത്തക്കോണം ഈ ദിവസങ്ങളിൽ നീ ഒരുക്കുമ്പോൾ കർത്താവയുടെയൊക്കെ അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം ഉണ്ടായിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവയുടെ എൻ്റെ ശബ്ദത്തോടും വാക്കിനോട് വചസ്സോ കണ്ടങ്ങളോടൊന്നായി പ്രത്യേകിച്ചും കർത്താവെ വചനം അങ്ങയുടെ ജനം അങ്ങയുടെ അടിയൻ അങ്ങയുടെ കർത്താവ് ലീനാടിയനെ കർത്താവെ അങ്ങയുടെ കൃപകളുടെ നിറവിൽ കർത്താവെ വചനം കർത്താവ് തൻ്റെ ജനത്തിൽ എത്തിക്കുവാനും അവരെ വചനത്തിൽ ബലപ്പെടുത്തുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. എൻ്റെ ജനത്തെ നിൻ്റെ സ്ഥലയിൽ സമർപ്പിക്കുന്ന കർത്താവ് അങ്ങയുടെ കൃപയിൽ ഞങ്ങളെ വഴിനിർത്തിക്കൊണ്ടുള്ളത് ഈ സാക്ഷിക്കുന്ന പിതാവ് കേൾക്കണമേ. ദൈവത്തിൻ്റെ പൊന്നാത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇവിടെയൊക്കെ ആയുസ്സിൽ ഒരു പ്രാവശ്യം കൂടെ ഒരു നോയമ്പ് കാലത്തിലേക്ക് നാം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ആയുസ്സിനനുസരിച്ച് നമ്മൾ നോയമ്പുകൾ എടുത്തിരിക്കുന്ന വ്യക്തികളായിരിക്കും. ഓരോ നോയമ്പിലും നാം ആരംഭിക്കുമ്പോൾ പല കാര്യങ്ങൾ ചെയ്യണമെന്നും ജീവിതത്തിൽ മാറ്റേണ്ട പല കാര്യങ്ങളുണ്ടെന്നൊക്കെ ചിന്തിക്കും. ആ നോയമ്പ് മുൻപോട്ട് കടന്നു പോകുമ്പോൾ ആ ചിന്തിക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ തീരുമാനമെടുത്ത കാര്യങ്ങളും എത്രമാത്രം പ്രാവർത്തികമാക്കുവാൻ കഴിയുന്നെന്ന് ആരും ചിന്തിക്കാറോ അതിനെപ്പറ്റി ഒന്ന് വിലയിരുത്തുവാൻ പരിശ്രമിക്കാറോ ഇല്ല. അങ്ങനെ മുൻപോട്ട് കടന്നുപോയി നോയമ്പ് പൂർത്തീകരിക്കുകയും ഉയർപ്പ് പെരുന്നാളൊക്കെ കൊണ്ടാടുകയും ചെയ്യും. യഥാർത്ഥത്തിൽ നോയമ്പിൻ്റെ ആവശ്യം എന്താണ്? എന്തുകൊണ്ടാണ് ഇപ്രകാരം നോയമ്പുകൾ നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൽ മാത്രമല്ല മറ്റ് സമുദായങ്ങളിലും മറ്റ് വിശ്വാസികളുടെയും ജീവിതത്തിൽ ഇപ്രകാരം വ്യത്യസ്തമായ പല നോയമ്പുകളുണ്ട്. നമുക്കറിയാം, മുസ്ലിം രാജ്യത്തിലായിരിക്കുമ്പോൾ അവർക്ക് റംദാൻ എന്ന് പറയുന്ന ഏകദേശം 30 ദിവസത്തെ ഒരു നോയമ്പ്. എന്തിനാണ് യഹോവയായ ദൈവം തൻ്റെ ജനത്തോട് ഇപ്രകാരം ഉള്ള നോയമ്പുകൾ അല്ലെങ്കിൽ ഉപവാസങ്ങളൊക്കെ എടുക്കുവാൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു നോയമ്പ് കാലം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ ആയിരിക്കുന്ന ദൈനംദിന പ്രവർത്തനങ്ങൾക്കൊരു വ്യതിയാനം വരുത്തി തന്നെത്താൻ ദൈവസന്നിധിയിൽ താഴ്ത്തി ജീവിതത്തിൽ എവിടെയാണ് വീഴ്ചകളും കുറവുകളും എന്ന് മനസ്സിലാക്കി അതിനെ അതിജീവിച്ചുകൊണ്ട് ഒരു രൂപാന്തരത്തിലേക്ക് കടന്നു വന്ന് പുതിയ സൃഷ്ടികളാകുവാനാണ് നോയമ്പ് കാലം ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, പൂർവ്വപിതാക്കന്മാർ നോയമ്പ് കാലത്തെ ചിട്ടകളൊക്കെ ക്രമീകരിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ സുഖസൗകര്യങ്ങൾ മാറ്റിവെച്ച് വ്യത്യസ്തമായൊരു ജീവിത ശൈലിയിൽ ജീവിക്കുവാനാണ് അന്ന് പഠിപ്പിച്ചത്. കാലോചിതമായ മാറ്റങ്ങൾ വന്നപ്പോൾ അതിൻ്റേതായ കാര്യങ്ങൾ നോയമ്പകത്തിലും കടന്നു വന്നിരിക്കുന്നു. ഇന്ന് സഭകളും മറ്റ് പ്രവർത്തന മേഖലകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ ആധുനിക ജനത്തിന് ആവശ്യമായ രീതിയിലുള്ള ഭേദഗതികളൊക്കെ നോയമ്പ് ചിട്ടകളിലൊക്കെ മാറ്റിയിരിക്കുന്നു. അപ്രകാരം നാം ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മത്തായിയുടെ സുവിശേഷം 6:5 കർത്താവ് പറയുന്ന കാര്യമാണ് നമ്മുടെ ചിന്തകളിൽ വരുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർ കാണേണ്ടതിന് പള്ളികളും തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിക്കഴിഞ്ഞുവെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഇവിടെ പറയുന്നത് പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. കപടഭക്തി അല്ലെങ്കിൽ ഹിപ്പോക്രസി എന്താണ് യഥാർത്ഥത്തിൽ? നാം ജനമധ്യത്തിൽ പല കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് കാണിക്കുവാൻ പരിശ്രമിച്ചുള്ള ഒരു മുഖംമൂടിയുടെ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ കപടഭക്തി എന്ന് പറയുന്നത്. അതും ആത്മീയ മേഖലകളിൽ ഇന്ന് നാം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് കപടഭക്തി. അനേക വ്യക്തികളെയും അല്ലെങ്കിൽ കുടുംബങ്ങളെയും അവർ ദേവാലയത്തിൽ കടന്നു വരുമ്പോഴോ അല്ലെങ്കിൽ ശുശ്രൂഷകളിൽ സംബന്ധിക്കുമ്പോഴോ അല്ലെങ്കിൽ കൺവെൻഷൻ യോഗങ്ങളിൽ സംബന്ധിക്കുമ്പോഴോ അവരുടെ ആത്മീയത കണ്ട് ജനം ചിന്തിക്കും എത്രയോ ആത്മീയത നിറഞ്ഞൊരു കുടുംബജീവിതമാണെന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിലേക്ക് നാം കൂടുതലായിട്ട് മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുമ്പോൾ അത് പുറമേ ഉള്ള ഒരു ആത്മീയ
മൂടുപടം മാത്രമാണ്. യഥാർത്ഥത്തിൽ അപ്രകാരം ഒരു മുഖം മൂടി വെച്ചുള്ള ആത്മീയം നയിക്കുന്നത് അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളെ മറയ്ക്കുവാൻ വേണ്ടിയാണെന്ന് ആരും മനസ്സിലാക്കാറില്ല. ഇതാ അപ്രകാരം ചെയ്യുന്നത് അവര് ജനമധ്യത്തിൽ സ്വീകാര്യപ്പെടത്തക്കോണം ആയിത്തീരുവാനാണ്. യെശയ്യാ പ്രവാചകൻ 58 അധ്യായത്തിന്റെ 3-4 ഉപവാസത്തെ പറ്റി ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകരിൽ കൂടെ പറയുന്ന 1-2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ. ഞങ്ങൾ ഉപവസിക്കുന്നത് നീ കാണാതിരിക്കുന്നത് എന്ത്? ഞങ്ങൾ ഉപവസിക്കുന്നത് നീ കാണാതിരിക്കുന്നത് എന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നത് എന്ത് നീ അറിയാതിരിക്കുന്നത് എന്ത് എന്ന് അവർ ചോദിക്കുന്നു. എന്നവർ ചോദിക്കുന്നു. ഇതാ നിങ്ങൾ ഉപവസിക്കുന്ന ദിവസത്തിൽ തന്നെ ഇതാ നിങ്ങൾ ഉപവസിക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നു. നിങ്ങൾ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വാദത്തിനും കലഹത്തിനും നിങ്ങൾ വാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും ഉപവസിക്കുന്നു. മുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും ഉപവസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾക്കുവാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് ഉപവസിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു കപടഭക്തി ജീവിതം, ആത്മീയ ജീവിതം നയിക്കുന്നതിനെ പറ്റിയാണ് വ്യക്തതയോടെ ഇവിടെ യഹോവയായ ദൈവം ആ പ്രവാചകരിൽ കൂടെ തന്റെ ജനത്തെ അറിയിക്കുന്നത്. അവിടെ പറയുന്നത് ഞങ്ങൾ ആത്മജീവനിൽ നീ അറിയുന്നില്ല. അതായത് ജനം പറയുന്ന ചോദ്യത്തിനുള്ള മറുപടിയിലാണ് പറയുന്നത്. എന്നവർ ചോദിക്കുന്നു, ഇതാ നിങ്ങൾ ഉപവസിക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് നാം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ്. പ്രത്യേകിച്ച് ഉപവാസത്തിൽ പങ്കുചേരുന്ന ചിലപ്പോൾ സ്ഥാപനങ്ങൾ നടത്തുന്ന വ്യക്തികൾ, അവരുടെ സ്ഥാപനത്തിലുള്ള വ്യക്തികൾക്ക് അതിനുള്ളൊരു സാഹചര്യമോ കാര്യങ്ങളോ ഒരുക്കുവാൻ ഇടയാക്കാതെ അവര് മുൻനിരയിൽ നിന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അതിൽ പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്ന തൻ്റെ സ്ഥാപനത്തിലുള്ളവരുടെ വേദന മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ആ ഉപവാസത്തിനൊരു അർത്ഥമില്ലെന്നാണ് യഹോവയായ ദൈവം പറയുന്നത്. അതൊരു കപടഭക്തിയുള്ളൊരു ഉപവാസമാണ്. എന്തുകൊണ്ടാണ് ദൈവം അപ്രകാരം പറയുവാൻ ഇടയാകുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ന് പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതത്തിൽ നാം ആത്മീയ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നെന്ന് കാണിക്കുവാൻ വേണ്ടി പല കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും പ്രവർത്തിക്കുകയും ലോകത്തിന് മുൻപിൽ കാണിക്കാറുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഹൃദയത്തിന്റെ ചിന്തകളെയും വിചാരങ്ങളെയും ആരാഞ്ഞറിയുന്ന അതാരെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നമ്മുടെ ദൈവത്താൽ മനസ്സിലാക്കുവാൻ കഴിയാത്തതൊന്നുമില്ല. പക്ഷെ ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാം ഈ ഒരു നോയമ്പ് കാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സഭ പറഞ്ഞ ചിട്ടങ്ങൾക്കനുസരിച്ച് വേണമെങ്കിൽ എല്ലാ പ്രാർത്ഥനകളിലും എല്ലാവിധ കാര്യങ്ങളിലും നാം ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും സംബന്ധിക്കുവാൻ നാം പരിശ്രമിക്കും. ദൈവം അതല്ല എന്നിൽ നിങ്ങളിൽ ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു രൂപാന്തരമാണ്, ഒരു മാനസാന്തരമാണ്. കഴിഞ്ഞ പോലെ കാലത്തെ ജീവിതത്തിലെ കുറവുകളും വീഴ്ചകളും മാറ്റി ഈ നോയമ്പ് കാലത്തിൽ ഒരു പുതിയ മനുഷ്യനായി തീരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഞാനും നിങ്ങളും എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ടെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ യഹോവയായ ദൈവം ആ യെശയ്യാ പ്രവാചകരിൽ കൂടെ പറയുന്നത് പോലെ ഇതാണോ നിങ്ങളുടെ ഉപവാസം എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയതെല്ലാം നിങ്ങൾ ചെയ്യുന്നു. നിങ്ങളുടെ പ്രവർത്തകരെ അതിനായി ഒരുക്കുവാൻ കഴിയുന്നില്ല. നിങ്ങൾ മുതൽ മറ്റ് പ്രവർത്തന കാര്യങ്ങൾ ചെയ്യുകയും പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ട് എൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് നിങ്ങൾ ഉപവസിക്കുന്നത് പറയുമ്പോൾ ആ ഉപവാസത്തിന് ഒരു അർത്ഥമില്ലെന്നാണ് പറയുന്നത്. ഉപവാസത്തിന് അർത്ഥമായി തീരണമെങ്കിൽ, നാം എടുക്കുന്ന നോയമ്പ് കാലത്തിന് അർത്ഥമായി തീരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചിന്തകൾക്ക്, നമ്മുടെ പ്രവർത്തികൾക്ക് ഒരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. ആ മാറ്റം എന്നിലും നിങ്ങളിലും വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ യഹോവയായ ദൈവത്തിന് സ്വീകാര്യമായ ഒരു നോയമ്പും ഉപവാസവും ആയി മാറുന്നത്. മത്തായിയുടെ സുവിശേഷം 6:1-4 വരെ വായിക്കുമ്പോൾ വ്യത്യസ്തമായ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ 5-ാം വാക്യത്തിലേക്ക് വരുന്നത്.
മനുഷ്യർ കാണേണ്ടതിന് മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതി അവരുടെ മുമ്പിൽ ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. നിങ്ങളുടെ നീതി അവരുടെ മുമ്പിൽ ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുകയും അങ്ങനെ ചെയ്താൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് യാതൊരു പ്രതിഫലവും ലഭിക്കുകയില്ല. നിങ്ങൾക്ക് യാതൊരു പ്രതിഫലവും ലഭിക്കുകയില്ല. ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിക്കുവാൻ പള്ളികളിലും തെരുവീതികളിലും കപടഭക്തിക്കാർ ചെയ്തതുപോലെ നിന്റെ മുമ്പിൽ കാഹളം ഊതിക്കരുത്. കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുമ്പിൽ കാഹളം ഊതിക്കരുത്. അവർക്ക് പ്രതിഫലം കിട്ടിക്കഴിഞ്ഞുവെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ വലങ്കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടം കൈ അറിയരുത്. നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിനു തന്നെ. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ നാം ഇതാണോ കാണുന്നത്? ഒരു ചെറിയ പ്രവർത്തനം ചെയ്താൽ 10 പേര് അറിയണമെന്നുള്ള ആഗ്രഹത്തോടെയല്ലേ എന്റെയും നിങ്ങളുടെയും പ്രവർത്തനം ഇന്ന് നടക്കുന്നത്. ഒരു വ്യക്തിക്ക് സഹായഹസ്തം എത്തിക്കുവാൻ കടന്നു ചെല്ലുമ്പോൾ ഇന്ന് ക്യാമറയുടെ കൂടെയാണ് പലപ്പോഴും ജനം കടന്നു പോകുന്നത്. അതിന് ഒരു രേഖ, അതിനെ പറ്റി ഒരു മാധ്യമത്തിലൊരു പ്രവർത്തനം, അതൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷെ ഇവിടെ വ്യക്തമായി കർത്താവ് പറയുന്നത് എന്താണ്? നിങ്ങൾ അങ്ങനെ ചെയ്യരുതെന്നാണ് പറയുന്നത്. കപടഭക്തിക്കാരെ പോലുള്ളൊരു പ്രവർത്തനമാകല്ലെന്നാണ് പറയുന്നത്. കാരണം ഇവിടെ കപടഭക്തിക്കാരെ പോലുള്ള പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇതൊക്കെ ലോകത്തെ ബോധിപ്പിക്കാൻ വേണ്ടി ഞാൻ വലിയ കാര്യങ്ങൾ ഇപ്രകാരം ചെയ്യുന്നു, ആദര പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, ഇത് അനേകരെ കാണിക്കുവാൻ വേണ്ടിയുള്ളൊരു കാര്യമല്ലേ? യഹോവയായ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. യഹോവയായ ദൈവം ആഗ്രഹിക്കുന്നത് നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മറ്റൊരു വ്യക്തിയും അറിയുവാൻ പാടില്ലെന്നാണ്. അതല്ലേ 3 പറയുന്നത്, നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ വലം കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടം കൈ അറിയരുതെന്ന്. നമ്മുടെ വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത്. അപ്രകാരമുള്ള രഹസ്യം വെക്കാനാണ് പറയുന്നത് നമ്മുടെ ആതുര പ്രവർത്തനങ്ങൾക്ക്. പക്ഷെ ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ ആതുര പ്രവർത്തനങ്ങൾ നടത്തുന്ന ജനങ്ങളാണ് വലിയ ബാനറും വലിയ സ്റ്റേജും ഒക്കെ ഒരുക്കി ഓരോരുത്തരുടെ പേര് വിളിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളല്ലേ? ഇതല്ല കർത്താവ് എന്നിലും നിങ്ങളിലും ആഗ്രഹിക്കുന്നത്. ഒരു നോയമ്പ് കാലത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങൾ എപ്രകാരമായിരിക്കുന്നതെന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്രകാരമുള്ള ചിന്തകളോടെയാണ് ഇന്ന് നാം ആദര പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. നാം ചെയ്തത് മറ്റൊരു വ്യക്തി അറിയല്ലെന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടത് തന്നെ. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. നാം ഇപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് 10 പേർ അറിയണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? പേരും പെരുമയ്ക്കും വേണ്ടി, സമൂഹത്തിലൊരു മാന്യത നേടുവാൻ വേണ്ടി. പ്രിയ സഹോദര സഹോദരി, സമൂഹത്തിന്റെ മാന്യതയാണോ വേണ്ടിയത്? യഹോവയായ ദൈവത്തിന്റെ സന്നിധിയിലുള്ള മാന്യതയാണോ വേണ്ടിയതെന്ന് നാം ചിന്തിക്കണം. സമൂഹത്തെ മാന്യതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നെങ്കിൽ അപ്രകാരം പ്രവർത്തിക്കാം. പക്ഷെ യഥാർത്ഥമായി ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലമാണ് ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ പ്രവർത്തനം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ വചനത്തിൽ പറയുന്ന പോലുള്ള പ്രവർത്തനമായി തീരണം. മുമ്പോട്ട് വായിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 6:5-8 വരെ വായിക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർ കാണേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. നിന്ന് പ്രാർത്ഥിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിക്കഴിഞ്ഞുവെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള പിതാവിനോട് പ്രാർത്ഥിക്കുക.
രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ജാതികളെ പോലെ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം ലഭിക്കും അതിഭാഷണത്താൽ ഉത്തരം ലഭിക്കും എന്നാണല്ലോ അവർക്ക് തോന്നുന്നത്. എന്നാണല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നതെന്ന് നിങ്ങൾ യാചിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ യാചിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. നിങ്ങളുടെ പിതാവ് അറിയുന്നത്. നാം ആദ്യം വായിച്ച ഇതായിരുന്നു 5-ാം വാക്യം. കപടഭക്തിക്കാരെ പോലെയുള്ള പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥന എപ്രകാരം ആയിരിക്കണം എന്ന് ഇവിടെ പറയുന്നുണ്ട്. കപടഭക്തിക്കാരുടെ പോലുള്ള പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ശുശ്രൂഷകളിലും ദേവാലയങ്ങളിലും കടന്നു വരുമ്പോൾ വലിയ ഹല്ലേലൂയ സ്തോത്രവും ഒക്കെ പറഞ്ഞ് മനുഷ്യരുടെ മുമ്പിൽ ഒരു ആത്മീയ മുഖം മൂടി വെച്ച് നടക്കുന്ന അവസ്ഥ. ഇവരെ പറ്റി കർത്താവ് പറയുന്ന വേറൊരു കാര്യമുണ്ട്. വെള്ള തേച്ച ശവക്കല്ലറ പോലെയുള്ള പ്രവർത്തനമാണിത്. എന്തുകൊണ്ടാണ് വെള്ള തേച്ച ശവക്കല്ലറ എന്ന് പറയുവാൻ ഇടയാകുന്നത്? നാം ഒരു കാര്യം മനസ്സിലാക്കണം. ശവക്കല എത്ര മനോഹരമാക്കി തീർത്താലും അതിൻ്റെ മേൽ ആരും പോയി രാത്രിയിൽ കിടക്കുകയോ ഇരിക്കുകയോ ചെയ്യില്ല. കാരണം അതിനുള്ളിൽ എന്താണെന്ന് അവർക്കറിയാം. നമ്മുടെ എത്ര പ്രിയപ്പെട്ടവരായാലും എത്ര വേണ്ടപ്പെട്ടവരായാലും ചിലപ്പോൾ മാസത്തിലോ ആഴ്ചയിലോ ഒരു പ്രാവശ്യം അവിടെ നിന്ന് പോയി 5 നിമിഷം അല്ലെങ്കിൽ 10 നിമിഷം അവിടെ ഒരു നിന്നിട്ട് കടന്നു വരും. ആരും അവിടെ എൻ്റെ പ്രിയപ്പെട്ടവരാ കിടക്കുന്നതെന്ന് പറഞ്ഞ് അവരുടെ കൂടെ കിടക്കുകയോ ഇരിക്കുകയോ ചെയ്യുകയില്ല. കാണാൻ അതിമനോഹരം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നാം സമയം ചെലവഴിക്കുവാൻ ആഗ്രഹിക്കുകയില്ല. എത്ര മനോഹരമായ ശവക്കല്ലറയായാലും അതിനുള്ളിൽ ചീഞ്ഞ് അഴിയുന്ന ഒരു ദേഹമാണെന്ന് അവർക്കറിയാം. ഇന്നത്തെ ആത്മീയ മേഖലകളിൽ ഇത് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു പ്രതിഭാസമാണ് മുഖം മൂടി വെച്ചുള്ള ആത്മീയത. ജീവിതം ചീഞ്ഞഴിയുന്ന അവസ്ഥയാണെങ്കിൽ പോലും മറ്റുള്ളവർ കാണുമ്പോൾ മുഖം മൂടി വെച്ചൊരു പ്രഹസനം, വലിയ ആത്മീയത കാണിക്കുന്നു. കുടുംബജീവിതം താറുമാറായ അവസ്ഥയായിരിക്കും. കുഞ്ഞുങ്ങൾ അതിക്ലേശങ്ങളായ ജീവിതത്തിലായിരിക്കും. പക്ഷേ ശുശ്രൂഷകളിലും സമൂഹത്തിലും മറ്റ് ആത്മീയ മേഖലകളിൽ കടന്നു വരുമ്പോഴോ അവരുടെ പ്രവർത്തനം കാണുമ്പോൾ മറ്റുള്ളവർ ചിന്തിക്കുമോ, എന്തോ വലിയ പ്രാർത്ഥനക്കാരിയാണ്. യഥാർത്ഥമായ പ്രാർത്ഥനക്കാരുടെയും ആത്മീയൻ്റെയും ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടായിരിക്കും. അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ കരുതുവാനുള്ള ആഗ്രഹം കാണും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 58-ന്റെ 5-6 വായിക്കുമ്പോൾ എപ്രകാരം വാരിക്കണം നമ്മുടെ ഉപവാസം എന്ന് അവിടെ വ്യക്തമായി യഹോവയായ ദൈവം പറയുന്നുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള ഉപവാസവും മനുഷ്യർ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ തല വേഴത്തെ പോലെ കുനിക്കുക, പരുക്കൻ വസ്ത്രം ധരിച്ച് ചാരത്തിൽ കിടക്കുക, ഇതാകുന്നുവോ ഉപവാസം. ഇതിനോ നീ ഉപവാസമെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേര് പറയുന്നത്. അന്യായ ബന്ധനങ്ങൾ അഴിക്കുക, നുകത്തിന്റെ അമിക്കയറുകൾ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം. മനുഷ്യ ജീവിതത്തിൻ്റെ വിവിധ ബന്ധനങ്ങളെ പറ്റി പറയുന്ന ഒരു കാര്യമാണ് അവിടെ ആദ്യം പറയുന്നത് എന്താണ്? വേഴത്തെ പോലെ കുനിഞ്ഞിരിക്കുക, പരുക്കൻ വസ്ത്രം. ഇന്ന് പലപ്പോഴും നാം കാണുന്നൊരു കാര്യമാണ്. വെള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഭയങ്കര ആത്മീയത കാണിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ മുഖത്തിലൊക്കെ ഒരു വിഷാദം കാണിച്ച് ഞങ്ങൾ ഭയങ്കര ഒരു നോയമ്പ് കാലത്തിൽ അതിൻ്റെ ക്ഷീണം കാണിക്കുന്ന അവസ്ഥ. ഇതൊന്നുമല്ല ദൈവത്തിന് പ്രസാദം. നീ ഒരു പ്രവർത്തന മേഖലയിലായിരിക്കും, അല്ലെങ്കിൽ നീ ഒരു ബിസിനസ് നടത്തുന്ന വ്യക്തിയായിരിക്കും. നിന്നോടൊപ്പം പ്രവർത്തിക്കുന്നവരെ നീ പ്രതിസന്ധികളിലാക്കുക, അല്ലെങ്കിൽ അവർക്ക് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നെങ്കിൽ എത്ര ഉപവസിച്ചാലും എത്ര നോയമ്പെടുത്താലും അതിൽ ഒരു ഉത്തരവില്ലെന്നാണ് പറയുന്നത്. അവിടെ പറയുന്നത് അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമിക്കയറുകൾ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക.
എല്ലാ നുകത്തെയും തകർക്കുക, ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം. യഹോവയായ ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ആദരതയും കരുണയും പ്രവർത്തനത്തിൽ കൂടെ കാണിക്കുക. പരസ്യത്തിൽ കൂടെയല്ല, പ്രവർത്തനത്തിൽ കൂടെ. ആ പ്രവർത്തനം എപ്രകാരമായിരിക്കണമെന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ട്. ആരും അറിയാത്ത പ്രവർത്തനം. വേദനകളുടെ താഴ്വരയിൽ കടന്ന് എന്ന ഒരു വ്യക്തിയെ കരം പിടിച്ച് കയറ്റുമ്പോൾ 10 പേര് കാണുകയല്ല, എങ്കിലോ ആ വേദനയുടെ താഴ്വരയിൽ അവരോടൊപ്പം താതാത്മ്യം പ്രവർത്തിച്ചവരെ ബലപ്പെടുത്തുവാൻ സന്നദ്ധനായി പ്രവർത്തിക്കത്തക്കോണം ഇടയാകുമ്പോഴാണ് അത് യഥാർത്ഥമായ നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കുന്ന ഉപവാസത്തിനും നോയമ്പിനും അർത്ഥം ഉളവാക്കുന്നത് നാം മനസ്സിലാക്കണം. എൻ്റെയും നിങ്ങളുടെയും ആത്മീയ മേഖലകളിൽ ഇതപ്രകാരം നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്നുണ്ടോ? നോയമ്പ് കാലം വരുമ്പോൾ നാം പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ വർജിച്ചിട്ട് ഈ 40 ദിവസം അല്ലെങ്കിൽ 50 ദിവസം ഇത് മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ. പക്ഷേ ഇന്ന് അതൊക്കെ മാറി 40 50 ഒക്കെ വിട്ട് ചിലപ്പോൾ പകുതി നോയമ്പിൽ ആരംഭിക്കും, ചിലപ്പം കഷ്ടാനുവാഴ്ച മാത്രം ഇത് നോക്കുന്ന അവസ്ഥകളുണ്ട്. ആർക്കു വേണ്ടിയാണ് നാം നോയമ്പെടുക്കുന്നത്? കർത്താവിന് വേണ്ടിയോ, ദൈവത്തിന് വേണ്ടിയോ, അതോ എനിക്ക് വേണ്ടിയോ? നാം നമുക്ക് വേണ്ടി തന്നെ നോയമ്പെടുക്കുമ്പോൾ ആ നോയമ്പിന് അർത്ഥമുണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. പ്രവാചകത്തിൽ പറയുന്ന പോലെ ആ ഉപവാസം എങ്ങനെ ആയിരിക്കണം എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അങ്ങനെയാണോ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഉപവാസം? നാം ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ചുറ്റും പ്രവർത്തിക്കുന്നവർ കാണും, അല്ലെങ്കിൽ നാം മേൽ നയിക്കുന്ന വ്യക്തികൾ കാണും. അവരുമായി ക്രൂരമായ പ്രവർത്തനമാണെങ്കിൽ അത് കഴിഞ്ഞ് വന്ന് ഉപവസിക്കുകയോ പ്രാർത്ഥിക്കുകയോ നോയമ്പെടുക്കുകയോ ചെയ്യുന്നെങ്കിൽ അതിലൊരർത്ഥവുമില്ല. പ്രിയ സഹോദര സഹോദരി, മറ്റുള്ളവർക്ക് കരുണ കാണിക്കുക എന്ന് പറയുമ്പോൾ അത് പരസ്യമായുള്ള പ്രവർത്തന മേഖലയല്ല, രഹസ്യമായ മേഖലകളിലും ആ കരുണ. സ്വന്തം ഭവനത്തിൽ സ്വന്തം ഭാര്യയ്ക്ക് കരുണ കാണിക്കുവാൻ കഴിയാതെ പോകുന്ന അവസ്ഥയുണ്ടെങ്കിൽ, സ്വന്തം ഭർത്താവിനോട് കരുണ കാണിക്കുവാൻ കഴിയാതെ പോകുന്ന അവസ്ഥയുണ്ടെങ്കിൽ, സ്വന്തം കുഞ്ഞുങ്ങളോടും മാതാപിതാക്കളോടും കരുണ കാണിക്കുവാൻ കഴിയാതെ പോകുന്ന അവസ്ഥയുണ്ടെങ്കിൽ, എത്ര വലിയ നോയമ്പ് കാലത്തിൽ രാപ്പകലില്ലാതെ പ്രാർത്ഥിച്ചാലും ആ നോയമ്പിനൊരർത്ഥമില്ലാതായി മാറും. നോയമ്പെന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റത്തിൻ്റെ ആവശ്യമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നോയമ്പ് കാലം പറയുമ്പോൾ ആ നോയമ്പ് അനുഷ്ഠിക്കുമ്പോൾ എൻ്റെ ഓരോ കാര്യത്തിലും, എൻ്റെ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും എൻ്റെ വാക്കുകളിലും വചസ്സുകളിലും അത് മാറ്റത്തിൻ്റെ മുഖാന്തരമായി തീരണം. അപ്പോഴാണ് ആ നോയമ്പിന് അർത്ഥവത്തായി തീരുന്നത്. അതുതന്നെയാണ് പ്രവാചകൻ മൂലം തൻ്റെ ജനത്തോട് പറയുന്നത്. അവരുടെ ജീവിതത്തിൽ അവർ ഉപവാസങ്ങൾ എടുക്കുന്നുണ്ട്, പക്ഷെ ആ ഉപവാസത്തിനൊരു അർത്ഥമില്ലാതായി മാറിയിരിക്കുന്നു. ഒരു ആചാരവും അനുഷ്ഠാനത്തിൻ്റെ തട്ടത്തിലേക്ക് മാറിയിരിക്കുന്നു. ഉപവാസമുണ്ട്, ഞങ്ങൾ എടുക്കണം. 3 ദിവസം 7 ദിവസം 10 ദിവസം അല്ലെങ്കിൽ 50 ദിവസം ഉപവസിക്കാം. പക്ഷെ ആ ഉപവാസത്തിന് എന്തർത്ഥം? ദൈവം ഇതല്ല ആഗ്രഹിക്കുന്നത്. 51 സങ്കീർത്തനം എന്ന് പറയുന്നത് അനുതാപത്തിൻ്റെ സങ്കീർത്തനമാണ്. അതിൽ ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക. കഴിയുമെങ്കിൽ 51 സങ്കീർത്തനം നമ്മൾ ധ്യാനിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ എവിടെയാണ് വീഴ്ചകൾ എന്ന് വ്യക്തമായ ദാവീദ് പിതാവ് 51 സങ്കീർത്തനത്തിൽ കൂടെ നമ്മളെ ബോധ്യമാക്കുന്നുണ്ട്. 51 സങ്കീർത്തനം 2-3 വാക്യം വായിക്കുമ്പോൾ, എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ, എൻ്റെ ലംഘനങ്ങൾ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. ഇത്ര വ്യക്തതയോടാണ് അവിടെ പിതാവ് സങ്കീർത്തനത്തിൽ പറയുന്നത്. എന്താണ്? എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കി, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കും. ഈ നോയമ്പുകാലത്തിൽ പ്രവേശിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നാം പാപികളാണെന്ന്. നമ്മുടെ ജീവിതത്തിൽ പാപ സ്വഭാവങ്ങളുണ്ട്, കുറവുകളുണ്ട്, വീഴ്ചകളുണ്ട്. അത് നീക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് പറയുന്നത്, എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണം, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണം. എൻ്റെ ലംഘനങ്ങൾ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. ഇന്ന് പലപ്പോഴും നാം
അപ്രകാരം പാപിയാന്ന് പറയുവാൻ ആഗ്രഹിക്കാത്തൊരു ജനസമൂഹത്താണ് നാം ജീവിക്കുന്നത്. കാരണം പാപിയാന്ന് പറഞ്ഞാൽ ഇവൻ ഒത്തിരി കുറവുകളും വീഴ്ചകളുണ്ട്. പക്ഷെ പ്രിയ സഹോദര സഹോദരി, ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഭൂമുഖത്ത് താമസിക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ പാപമില്ലാത്തൊരു വ്യക്തി പോലുമില്ല. മറ്റുള്ളവരെ പറ്റി മനസ്സിൽ ഒരു നിമിഷം ഒരു വെറുപ്പ് അല്ലെങ്കിൽ ഒരു അസൂയ വന്നാൽ അത് പാപമാണ്. അപ്പം പാപമില്ലാത്തൊരു വ്യക്തിയുമില്ലെന്ന് എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളുക. സങ്കീർത്തനം 51:9-10 വായിക്കുമ്പോൾ, എന്റെ പാപങ്ങൾ കാണാതിരിക്കത്തക്കവണ്ണം എന്റെ പാപങ്ങൾ കാണാതിരിക്കത്തക്കവണ്ണം എന്റെ മുഖം മറയ്ക്കണമേ. നിന്റെ മുഖം മറയ്ക്കണമേ. എന്റെ അകൃത്യങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. എന്റെ അകൃത്യങ്ങളൊക്കെയും മായ്ച്ചു കളയണം. ദൈവമേ, ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനാൽ എന്നെ പുതുക്കണമേ. ഇതായിരിക്കണം ഈ നോയമ്പുകാലത്തിൽ നമ്മുടെ പ്രാർത്ഥന. 51 സങ്കീർത്തനം നമ്മൾ ധ്യാനിച്ച് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തിക്കൊണ്ട്, കപടഭക്തിക്കാരുടെ ജീവിതമാണ് ഇന്ന് നയിക്കുന്നെങ്കിൽ അതിൽ നിന്നൊരു മാറ്റം വരുത്തുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. ഇവിടെ പറയുന്നത്, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയവും എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണം. സ്ഥിരമായ മാറ്റമില്ലാത്ത ആത്മാവ്, മാറിപ്പോകാത്ത ആത്മാവ്, അതെപ്രകാരമാകും. അത് നമ്മുടെ ജീവിതത്തിൽ നാം അതിനു വേണ്ടി ഒരുങ്ങുമ്പോഴാണ്. ഈ നോയമ്പുകാലത്തിൻ്റെ പ്രാരംഭത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നീ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ജീവിതത്തിലൊരു മാറ്റത്തിനായി നാം കാഴ്ചയോട് വെക്കുവാൻ പരിശ്രമിക്കുന്നെങ്കിൽ ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവം എൻ്റെയും നിങ്ങളുടെയും പാപം പോക്കി വീണ്ടെടുക്കത്തക്കോണം കടന്നു വന്നിട്ടുണ്ട്. കർത്താവിൻ്റെ കാൽവറിയിൽ ചൊരിഞ്ഞ രക്തം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ, ഒരു മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ തലകളെ വണക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ സർവ്വസ്തുതാംനാഥ, ആയുസ്സിൽ ഒരു പ്രാവശ്യം കൂടെ ഒരു നോയമ്പുകാലത്തിലേക്ക് കടന്നു വരാനെടുക്കുന്ന മുഖാന്തരങ്ങൾക്കായ സ്തോത്രം. എവിടെയാണ് ഞങ്ങളുടെ ഭാഗപ്പൊക്കെ പിഴകുന്ന കർത്താവേ, അങ്ങയുടെ വചനത്തിൽ കൂടെ ഇന്ന് അടിയങ്ങളോട് ഹൃദയമായി സംസാരിച്ചു. ഞങ്ങളുടെ വീഴ്ചകളിൽ അതിജീവിക്കുവാൻ, ഞങ്ങളുടെ വീഴ്ചകളിൽ നിന്ന് കർത്താവ് ഒരു മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വന്നുപോയ കുറോടും വീഴ്ചകളും ക്ഷമിച്ച് കർത്താവേ, എൻ്റെ കൃപയിൽ ബലപ്പെടുവാൻ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കാൽവറി ചൊരിഞ്ഞ രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പോക്കി കർത്താവെ അസങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ സ്ഥിരമായ ഒരു ആത്മാവ് അടിയങ്ങളിൽ പുതുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ സമയത്ത് അടിയങ്ങളെ നിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളോട് മനസ്സലിഞ്ഞ് നിന്റെ കൃപയിൽ ബലപ്പെടുത്തണമെന്ന് സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.